ഞാനിവിടെ ചോദിക്കാൻ എന്നുള്ളത് വർക്കല ശ്രീനിവാസപുരം MG നഗർ കോളനിയിലാണ്. സർക്കാർ പതിച്ചു നൽകിയ ഭൂമിക്ക് പട്ടയമില്ലാതെ 80ഓളം കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത്. 1998-97 കാലഘട്ടത്തിലാണ് ഈ നിർധന പട്ടികജാതി കുടുംബങ്ങൾക്ക് വേണ്ടി സർക്കാർ അന്ന് മണ്ണും വീടും പദ്ധതിയിലൂടെ ഇവർക്ക് വീട് നൽകിയത്. 160ഓളം കുടുംബങ്ങൾക്കാണ് അന്ന് വീട് നൽകിയത്. എന്നാൽ അതിൽ 40 കുടുംബങ്ങൾക്ക് അന്ന് സർക്കാർ വീട് വെച്ച് നൽകി. ബാക്കിയുള്ളവർക്ക് 35,000 രൂപയോളം വീട് വയ്ക്കാൻ വേണ്ടിയും നൽകി. പലരും കടം വാങ്ങി വീട് പണി പൂർത്തിയാക്കി. എന്നാൽ 26 വർഷം പിന്നിടുമ്പോഴും ഇതിൽ 86ഓളം കുടുംബങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ടില്ല. ഇത് ഇവർക്ക് വളരെ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. മാത്രമല്ല, അന്ന് നിർമ്മിച്ചു നൽകിയ വീടുകളിൽ പലതും ഇന്ന് നിലം പൊത്താറായ അവസ്ഥയിലാണ്. വഴി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഈ കോളനിക്കുള്ളിലില്ല എന്നാണ് ഇവിടത്തുകാരുടെ പരാതി. പട്ടയം കിട്ടുന്ന ഉൾപ്പെടെയുള്ള കോളനി നിവാസികളുടെ പ്രശ്നത്തിൽ താങ്കൾ ആദ്യം മുതൽ തന്നെ കാര്യക്ഷമമായി ഇടപെട്ടിട്ടുണ്ട്. സിദ്ധനാഥ സൊസൈറ്റി എന്നാണല്ലേ? അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഇപ്പം നിലവിൽ? 1998-99 കാലഘട്ടങ്ങളിൽ നായനാർ സർക്കാരിൻ്റെ ഭരണകാലത്താണ് നമുക്ക് വർക്കല മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയിൽ വർക്കല വെച്ച് 40 വീടുകൾക്ക് സർക്കാരിൻ്റെ ഇതിൽ നമ്മളെ മിനിസ്റ്റർ രാധാകൃഷ്ണൻ സാറാണ് 40 വീട്ടിൽ താക്കോല് ദാനം ചെയ്തത്. അതിൽ 40 ഒരു വീട് എൻ്റെ ഭാര്യയുടെ പേർക്കാണ്. അപ്പോൾ അന്ന് മുതൽ എല്ലാ ഉത്തരവാദിത്വം, അതായത് അന്ന് 4 ഏക്കർ 78 സെൻറ്റ് മുനിസിപ്പാലിറ്റി വിലയ്ക്ക് വാങ്ങി ഈ 165 കുടുംബങ്ങൾക്കാണ് മുനിസിപ്പാലിറ്റിയിലെ കാര്യത്തിൽ കൊടുക്കുകയുണ്ടായി. അതിൽ 35,000 രൂപ വെച്ച് കുറച്ച് വീടുകൾക്ക് സ്വന്തമായിട്ട് ചെയ്യുകയും ബാക്കി 35,000 രൂപ തന്നെ അതിൽ മുനിസിപ്പാലിറ്റി കൊടുത്തിട്ട് കോൺട്രാക്ട് വകുപ്പിൽ അങ്ങനെ 2 ഘട്ടമായിട്ട് മുനിസിപ്പാലിറ്റിയുടെ ഇതിൽ ഈ വീടുകളെല്ലാം നിർമ്മിച്ചതിൽ 40 വീട് സർക്കാരിൻ്റെ ഭാഗത്ത് അന്നിരുന്ന കളക്ടർ 2000 ഇരുന്ന ഒരു വനിതാ കളക്ടറുടെ സാന്നിധ്യത്തിലാണ് ഇതൊരു കോൺട്രാക്ട് ആണ് കൊടുത്തത്. ഈ വീടിന് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ, അന്ന് ഇവിടെ കുറച്ച് ജനങ്ങളുണ്ടായിരുന്നു വെളിയിലൊക്കെ, അവർ പ്രശ്നം ഉണ്ടാക്കിയാലാണ് അത് നിർത്തലാക്കിയിട്ട് സ്വന്തമായിട്ട് ചെയ്യാനും കോൺട്രാക്ട് വകുപ്പിൽ പല രീതിയിലും പല ഘട്ടങ്ങളായിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങി. അപ്പോൾ അതിൽ അന്ന് രാധാകൃഷ്ണൻ മിനിസ്റ്റർ പറഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും, അതായത് ഈ 165 വീടുകൾക്ക് പല ഏരിയകളുള്ള പല വാർഡുകളിൽ നിന്നാണ് അവിടെ നിന്നെല്ലാം മാറ്റിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ 4 ഏക്കർ 78 സെൻറ്റാണ് ഇവിടെ. അപ്പോൾ ഇതിലുള്ള എന്ത് ഉത്തരവാദിത്തങ്ങളും മുനിസിപ്പാലിറ്റി വഹിച്ചുകൊള്ളാമെന്നാണ് അന്ന് മിനിസ്റ്റർ പറഞ്ഞത്. നമ്മളെ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ നമ്മളെ സർക്കാർ സംവിധാനങ്ങളോ ഇതിന് ഇറങ്ങി ഈ പാവപ്പെട്ടവരെ ദുരിതങ്ങളും കണ്ണീരുകളും എല്ലാം കൂടെ കണ്ട് മനസ്സിലാക്കി ഇതിൻ്റെ നിരസ്ഥിതി കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം ഇതിപ്പോൾ ഒരുപാട് പേര് കയറി താമസിച്ചവരുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, സ്വന്തമായിട്ട് താമസിക്കുന്നവർക്ക് പട്ടയമില്ല, പ്രമാണമില്ല, വിലയാധാരമില്ല. ഇത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊടുത്തിട്ടുള്ള വിലയാധാരമാണ്. ഈ പാവപ്പെട്ടവർക്ക് ഈ 5,000 അല്ലെങ്കിൽ 10,000 രൂപ കൊടുത്ത് ഒരേ ഭൂമികളും സർവേ ചെയ്തെടുക്കാനും അതിനുള്ള ഒരു സാമ്പത്തികം ഈ പാവപ്പെട്ടവരിലില്ല. അത് നമ്മളെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് അതുണ്ടായി. ഓരോരുത്തരെ 3 സെൻറ്റ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അവർക്ക് സുരക്ഷമായ വില ഉറപ്പുള്ള ഒരു വീട് പുതിയതായിട്ട് ലൈഫ് ഏത് രീതിയിലെങ്കിലും അവർക്ക് പുതിയതൊരു വീട് നിർമ്മിച്ച് കൊടുക്കാനുള്ള പദ്ധതി നമ്മളെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് കേന്ദ്രത്തിൽ നിന്നായാലും എവിടെ നിന്നായാലും നമുക്കത് അനുയോജ്യമായ കൊച്ചുങ്ങളെയും കൊണ്ട് കിടന്നുറങ്ങാനുള്ള ഒരു സംവിധാനം നമ്മളെ സർക്കാർ ഉണ്ടാക്കി കൊടുക്കണം. അതിൽ മുനിസിപ്പാലിറ്റിക്കാണെങ്കിൽ അവർ ഏതൊക്കെ രീതിയിൽ അവർ ഉപയോഗിക്കാൻ കഴിയുമോ അതെല്ലാം കൂടെ ആ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് ഈ പാവപ്പെട്ടവരെ കണ്ണീര് ഒപ്പി മാറ്റണമെന്നാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. ഏകദേശം എത്ര ആൾക്കാർ, അതായത് ഈ 160 കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു 160 എന്ന് പറഞ്ഞാൽ 135 ഇതിനകത്ത് 165 മൊത്തം ഉള്ളത് നിലവിലുള്ളത്. നമുക്ക് ഈ കോളനിയിൽ ഇപ്പം ഈ ഒരു അവസ്ഥയിലാണ് കഴിയുന്നത്. വീടുകളെല്ലാം തകർച്ചയുടെ വക്കിലാണ്, നല്ല തകർന്ന അവസ്ഥയിലാണ്. എത്ര കുട്ടികൾക്ക് ഒരുപാട് പേരുണ്ട്? അപ്പോൾ കുട്ടികൾ ഉൾപ്പെടെ എത്ര ആൾക്കാരുണ്ട് അവിടെ? ഏകദേശം ഒരു 10,000 ആൾക്കാർ വരും. വളരെ ദയനീയാവസ്ഥയുണ്ട്. കാര്യം ഇവിടെ നമ്മളെ ജോയി MLA ഞാൻ ഇവിടെ പല ദിവസം പുള്ളി എല്ലാ കാര്യത്തിലും ഇവിടെ വരുന്നതാണ്. പുള്ളിനെ ഞാൻ ബന്ധപ്പെട്ടാണ് വർഷങ്ങളോളം ആയിട്ടാണ് നമ്മൾ ആ റോഡ് താറിട്ടപ്പോൾ. അപ്പോൾ ഇത് നമ്മളെ ഇവിടുത്തെ ചെയർമാനോ അല്ലെങ്കിൽ മറ്റുള്ള ആരും ഇത് കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ രേഖാമൂലം ഞാൻ അവർക്കൊക്കെ പരാതി കൊടുത്തിട്ടും ആ പരാതിയിലൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. നമുക്ക് പട്ടയമൊന്നും കിട്ടിയിട്ടില്ല. ഇതെൻ്റെ അച്ഛൻ്റെ വീട്, അച്ഛന് കിട്ടിയ വീടാണ്. വികലാംഗമായി എനിക്ക് ഒരു ആനുകൂല്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. ഞാനും എൻ്റെ കൊച്ചും എൻ്റെ ഭർത്താവും ഈ വെള്ളക്കുഴിയിലാണ് കിടക്കുന്നത്. മഴയെ അടുക്കളയിൽ നിന്ന് വേവിക്കാനോ വേവിച്ച് പാചകം ചെയ്യാനോ ഒന്നിനും പറ്റൂല. പട്ടയമൊന്നുമില്ല. നമുക്ക് ഒരു ആനുകൂല്യം നമുക്ക് സർക്കാരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. വണ്ടി ആവട്ടെ, ഒരു കട തന്നെ കിട്ടിയവർക്ക് അതിനൊരു ലോൺ പോലും നമുക്ക് തരില്ല. നമ്മളെങ്ങനെ ജീവിക്കും?
വീടിൻ്റെ അവസ്ഥ ഇപ്പം എങ്ങനെയാണ്? ഇത് അത്രയും ചോരും, ഇവിടെ നിന്ന് അങ്ങ് വേറെ ചോരും, അടുക്കള ചോരും, എല്ലായിടവും ചോർച്ച തന്നെ. നമ്മളിത് ചോദിക്കുമ്പോൾ അവർ പറയും ഇവിടെ പോയിട്ട് അവിടെ പോയിട്ട് എന്ന് പറയും. അല്ല അമ്മക്ക് നമ്മളാണ് ഈ കൊച്ചുങ്ങളെ ഇട്ടുകൊണ്ട് പച്ചക്കഞ്ഞിയും കുടിച്ചോണ്ട് കിടന്നാൽ അങ്ങനത്തെ ആൾക്കാരാണ് ഇവിടെ കിടക്കുന്നേക്കാം. നമ്മളെ പോലുള്ളവരെ സഹായിക്കാൻ പോലും ആരുമില്ല. കടയുണ്ടെങ്കിൽ 10 പൈസ കിട്ടിയാൽ അതിൽ നിന്ന് വലിയ മാറ്റം നമുക്ക് പറയാതിരിക്കാം. ഞാനാണെങ്കിൽ ഒരു ജോലിക്ക് പോകണമല്ല. MG കോളനി വാർഡിലെ കൗൺസിലറാണ് നമ്മളോടൊപ്പം ഉള്ളത്. കൗൺസിലർ പറയും എന്താണ് നമുക്ക് ഈ കോളനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാർഡിലെന്ന് വെച്ചാൽ ഈ ഒരു 150 പേര് താമസിക്കുന്ന ഒരു കോളനിയാണ്. എന്ന് വെച്ചാൽ 2000 മുനിസിപ്പാലിറ്റി ഏരിയയിൽ നിന്ന് ഏകദേശം എല്ലാ പട്ടികജാതി കുടുംബങ്ങളിൽ നിന്നും ഓരോ കുടുംബങ്ങൾക്ക് 3 സെൻറ്റും ഒരു വീടും ആയിട്ട് മുനിസിപ്പാലിറ്റി നഗരസഭ ഈ പട്ടികജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തതാണ്. അതിൽ 137 വീടാണ് ഈ കോളനിക്കകത്ത് ഉള്ളത്. അതിലൊരു 40 വീട് ചൂടുകട്ടയും അതിൻ്റെ ബാക്കി വീടുകൾ താബൂക്ക് കെട്ടിയ വീടുകളാണ്. അന്ന് ആ വീട് കൊടുത്ത സമയത്ത് അവർ നല്ല രീതിയിൽ ഒരു മൊത്തത്തിലൊരു കോൺട്രാക്റ്റിന് കൊടുത്തതുകൊണ്ട് അവരെ രീതിയിലൊന്ന് ചെയ്തു പോയി. എന്ന് വെച്ചാൽ അന്ന് 34,000 രൂപയാണ് ഈ പെരേടത്തിനും വീട്ടിനുമായിട്ട് അവർ കൊടുക്കുക. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയേ ഉള്ളൂ. പക്ഷേ അതിലിപ്പം 40 വീട്ടിൽ ഒറ്റ ചുടുകട്ടയും അതിൽ ബാക്കി താബൂക്കുമാണ്. അപ്പോൾ അതിൽ വീട്ടുകളുടെ അവസ്ഥ ഇപ്പം എന്താണ്? വീട്ടുകളെന്ന് വെച്ചാൽ മൊത്തം പൊളിഞ്ഞ് എന്ന് വെച്ചാൽ കോൺക്രീറ്റുകളെല്ലാം ഇളവി വീണുകൊണ്ടിരിക്കുകയാണ്. കൊച്ചും കുട്ടികളും ഒരു വീട്ടിൽ തന്നെ 4-3 കുടുംബക്കാരാണ് താമസിക്കുന്നത്. ഇപ്പോൾ 2000 കൊടുത്തിട്ട് ഇപ്പോൾ 24 വർഷം കൊണ്ട് ഈ പട്ടയത്തിന് വേണ്ടി ആരും ഇറങ്ങിയിട്ടോ ഇല്ലേ, ഇതിനെപ്പറ്റി സംസാരിക്കാൻ ആരുമില്ല. ഇപ്പോൾ ഈ വർഷം ഞാൻ കയറിയതിന് ശേഷമാണ്, ഈ കൗൺസിലറായതിന് ശേഷമാണ് ഇങ്ങനൊരു കോളനി ഉണ്ടെന്ന് അറിയുന്നത്. അതുവരെ ഇങ്ങനെ ഒരു കോളനി ഉണ്ടെന്നും ഇങ്ങനെ കുറേ മനുഷ്യർ ഇവിടെ താമസിക്കുന്നതെന്നും ആരും ഇതൊരു വോട്ട് ബാങ്കായിട്ട് മാത്രമേ രാഷ്ട്രീയക്കാർ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ അവസ്ഥ അറിഞ്ഞ് അവർക്ക് വേണ്ടി ഈ പട്ടയം മേടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ വീടുകളൊന്ന് പൊളിച്ചു വയ്ക്കുവാനോ ഒന്നും അവരിതുവരെ വരും. വോട്ട് വെച്ച് വരുമ്പം പറയും നിങ്ങൾക്ക് പട്ടയം റെഡിയാക്കി തരും, നിങ്ങൾക്ക് വീട് ഞാൻ പൊളിച്ചു വെച്ച് തരും എന്ന് പറയും. ആ പറഞ്ഞിട്ട് പോകണവർ പിന്നെ 5 വർഷത്തേക്ക് ഇങ്ങോട്ട് തിരിച്ചു നോക്കില്ല. ഞാനും ഈ കോളനിയിൽ ഇതേ അവസ്ഥയിൽ കിടക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിച്ച് ഞാൻ നിന്ന് ജയിച്ച് ഒരു കൗൺസിലറായി മുനിസിപ്പാലിറ്റിയിൽ ചെന്ന് തിരക്കിയപ്പം അവർ പറയുന്നത് വെച്ചാൽ ഇത് വേണമെന്നുള്ളവർ എഴുതിയെടുത്തു വന്നാൽ പണമുള്ളവർ എഴുതിയെടുത്തു, നമുക്കിതിപ്പോൾ എഴുതി തരാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഇവിടെ ഉള്ള ആൾക്കാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് ആയിട്ട് കൂട്ടി ഇവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇവരെ കൊണ്ട് ഞാനൊരു അപേക്ഷ എഴുതിപ്പിച്ച് മുനിസിപ്പാലിറ്റി കൊണ്ടുവന്ന് കൊടുപ്പിച്ചു. അപ്പം കൊടുത്തപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ അത് കിട്ടിയവരല്ല ഇപ്പം ഈ കോളനിക്കകത്ത് കിടക്കുന്നത്, അല്ലാതെ മേടിച്ച് താമസിച്ചവരും കയറി താമസിക്കുന്നവരാണ്, അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചെയർമാനോട് പറഞ്ഞു, സാറൊന്ന് വന്ന് ഈ കോളനി ഒന്ന് നോക്ക്, അല്ലെങ്കിൽ ഇവിടെ കിട്ടിയതിൻ്റെ ഒരു ഫുൾ ലിസ്റ്റ് മുനിസിപ്പാലിറ്റിയുടെ കയ്യിലുണ്ട്, അത് മുനിസിപ്പാലിറ്റിക്കാർ നോക്കുന്നതുമില്ല. അങ്ങനെ ഞാൻ കൗൺസിലിൽ വെച്ച് തീരുമാനമായപ്പോൾ ഒരു അദാലത്ത് പോലെ നമ്മളിവിടെ നടത്തി. എല്ലാവരെയും വിളിച്ച് മുനിസിപ്പാലിറ്റിയിൽ വെച്ച് അദാലത്ത് പോലെ നടത്തിയപ്പം സെക്രട്ടറി പറയുന്നതെന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ തന്നെ എഴുതിയെടുക്കേണ്ടി വരും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ തരത്തിലറിഞ്ഞൊരു പരാതി കൊടുത്തു. അപ്പോൾ സാറ് വന്ന് ഒന്ന് സർവേ ഒക്കെ എടുത്ത് നോക്കിയിട്ട് സാറ് പറയുന്നത് വെച്ചാൽ ഇത് മുനിസിപ്പാലിറ്റി തന്നെ എഴുതി കൊടുക്കുക, ഇത് മുനിസിപ്പാലിറ്റിയുടെ വസ്തുവാണ്, ഇന്നും ആരെയും പേരിലായിട്ടില്ല ഈ വസ്തു, മുനിസിപ്പാലിറ്റി വിചാരിച്ചാൽ മാത്രമേ അവർക്ക് എഴുതി കൊടുക്കാൻ പറ്റൂ, പക്ഷേ എഴുതി അവർ കൊടുക്കുന്നതുമില്ല. ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഇറങ്ങി കയറി ഇപ്പം അവർ പറയുന്ന വെച്ചാൽ ഇപ്പോൾ ഇലക്ഷൻ ആവാറായില്ലേ, അടുത്ത 5 വർഷം തീരാറായി. അപ്പോഴത്തേക്ക് അവർ പറയുന്നത് വെച്ചാൽ പട്ടയം റെഡിയാക്കാം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കളക്ടറിന് ഒരു പരാതി കൊടുത്ത്, പിന്നെ മന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു. അപ്പോഴത്തേക്ക് ഇപ്പം പട്ടയം എഴുതി തരാം എന്ന് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ അടുത്ത്. നടക്കോ ഇല്ലയെന്ന് വെച്ചാൽ നടക്കൂല, അതെനിക്ക് 100% ഉറപ്പെന്ന് വെച്ചാൽ ഇവർ കൂടുതലും ഈ മുനിസിപ്പാലിറ്റി ചെയർമാനും CPM പാർട്ടിയുമാണ് ഇത് തടഞ്ഞു വയ്ക്കുന്നത്. വെച്ചാൽ ഒരു വിധം ശരിയായി വരുമ്പോൾ അവരത് തടയിടും. ഇപ്പം എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഓരോരുത്തരുടെ അടുത്ത് തിരക്കി അറിഞ്ഞപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഇതേ കണക്ക് കളക്ടറിന് പരാതി കൊടുത്താൽ മതിയെന്ന്. കളക്ടറിന് പരാതി കൊടുത്തപ്പോൾ കളക്ടർ പറയുന്നത് ഇങ്ങനൊരു കോളനി ഉണ്ടെന്ന് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല, അതറിയണം എന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി നമ്മൾ അറിയിക്കണം. മുനിസിപ്പാലിറ്റി ഇതുവരെ ഇങ്ങനൊരു കോളനി ഉണ്ടെന്ന് അറിയിക്കുന്നില്ല. ഇവിടെ ഉള്ള ഈ ജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല, പക്ഷേ ഇവർക്ക് ഒന്നും അറിയത്തില്ല. എന്തുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ താങ്കൾ പറയുന്ന പോലെ പാർട്ടി ഇത്തരത്തിൽ ഈ ഒരു കോളനിയെ അവഗണിക്കാൻ കാരണം എന്നാണ് തോന്നുന്നത്?
അവഗണിക്കാന്ന് വെച്ച് തോന്നുന്ന വെച്ചാൽ അവർക്ക് ഇതൊരു ഈ കാര്യം പറഞ്ഞ് അവർക്ക് വോട്ട് ചോദിക്കാമല്ലോ. വോട്ട് കിട്ടാൻ വേണ്ടി മാർഗമായിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഓരോ വീടുകളെ അവസ്ഥ കാണുമ്പോൾ അവർക്ക് അവർ നോക്കണം. നമ്മൾ എന്ന് വെച്ചാൽ CPM മാത്രം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു വാർഡാണിത്. അവർ വിചാരിച്ചെങ്കിൽ എന്നേ ഈ പാവങ്ങൾക്ക് ഇത് കൊടുക്കാമായിരുന്നു. പക്ഷെ അവർ വിചാരിക്കുന്നില്ല. അവർക്ക് ഇതൊരു വോട്ട് ബാങ്കായിട്ട് മാത്രം ഇങ്ങനെ ഇട്ടേക്കുന്നു. വോട്ട് സമയമാകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരും, 2-3 പാർട്ടിക്കാർ ഇങ്ങോട്ട് വരും, ചാരായവും പണവും കൊടുത്ത് അവരെ അങ്ങ് ഒതുക്കുകയാണ്. ഇവിടെ ഈ വീടുകൾക്ക് മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മുനിസിപ്പാലിറ്റി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? തടസ്സങ്ങളുണ്ട്. അവർക്ക് പട്ടയമില്ല, പ്രമാണം ഉണ്ടെങ്കിലല്ലേ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പൊളിച്ചു വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇത് പട്ടയമില്ലാത്ത ഒറ്റ കാരണം കൊണ്ടാണ് ഇവർക്ക് പൊളിച്ചു വയ്ക്കാനും മെയിൻ്റനൻസ് ചെയ്യാനും പറ്റാത്തത്. അപ്പോൾ 24 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ എന്ന് ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ചിന്തിക്കാനും പറ്റില്ല. പക്ഷേ ഇറങ്ങുന്നതിനാകുമ്പോൾ ഇത് റെഡിയാക്കി കൊടുക്കാൻ 1 വർഷമൊന്നും ഉള്ള. ഇപ്പം മുനിസിപ്പാലിറ്റി ചെയർമാൻ്റെ അടുത്ത് ഞാൻ ചെന്ന് സെക്രട്ടറി അടുത്തും പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും 5000 രൂപ വീതമുണ്ടെങ്കിൽ പ്രമാണം എഴുതിയെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആധാരം എഴുതുന്ന ഓഫീസിൽ ചെന്ന് സംസാരിച്ചാൽ പറഞ്ഞ് നമ്മൾ എഴുതി തരാം, 5000 രൂപ ഒരാൾ 5000 രൂപ വെച്ച് തരാം. പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ലാതെ അവിടെ പതിക്കാമെന്നും പറഞ്ഞു. പക്ഷേ ഇവിടുന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒറ്റ കാര്യം ചെയ്താൽ മാത്രം മതി. അവർ ഈ 4 ഏക്കറിൻ്റെ കര ഒഴിവാക്കി തന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാനും പറ്റത്തുള്ളൂ. ഈ 4 ഏക്കറിൻ്റെ കര ഒഴിവാക്കുന്ന വെച്ച് 2000 തൊട്ട് ഈ വർഷം വരെ ഉള്ളതാകുമ്പം നല്ലൊരു തുക അത് അടയ്ക്കണം. അത് ഇവരെ ഈടാക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ സ്വന്തമായി അവരവരെ പട്ടയം അവർക്ക് ആക്കിയെടുക്കണമെങ്കിൽ 5000 രൂപ വെച്ച് നമുക്ക് ആക്കിയെടുക്കാം. ഈ 4 ഏക്കറിൻ്റെ കരം നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് മുനിസിപ്പാലിറ്റി തന്നെ ചെയ്തു തരണം. അത് ചെയ്തു തരാനാണ് ഞാൻ സെക്രട്ടറി അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടറി ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ ഇതിനൊരു മറുപടി എനിക്ക് തരുന്നില്ല. അപ്പോൾ ഈ കഴിഞ്ഞ കൗൺസിലിൽ ഞാനത് പറഞ്ഞതാണ് സെക്രട്ടറി അടുത്ത്. അവർ പറയുന്നത് വെച്ചാൽ ചെയ്തു തരാം, ഒന്നും കൂടെ ആലോചിക്കട്ടെ എന്നാണ് പറയുന്നത്. ഈ തിങ്ങിയിരിക്കുന്ന വീടുകൾക്ക് പലതും വഴിയില്ല എന്നൊക്കെ ഉള്ളൊരു പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? വഴി കൊടുത്തിട്ടുണ്ടോ? പ്രത്യേകം ഓരോ വീട്ടിലും വഴി? അല്ല, വഴി എല്ലാവർക്കും ഉണ്ട്. എല്ലാവരെയും വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ റോഡുണ്ട്. ഒരു ഓട്ടോ വരാനുള്ള വീതിയുള്ള വഴിയുണ്ട്. അവർക്ക് പട്ടയം കിട്ടിയാൽ മാത്രമേ ഈ മൊത്തം വീടും പൊളിച്ചു വയ്ക്കാൻ പറ്റൂ. പിന്നെ മെയിൻ്റനൻസ് ചെയ്യണമെങ്കിലും ഇത് ഇപ്പോഴത്തെ പണ്ടൊന്നും ഇത് വേണ്ടായിരുന്നു. ഇപ്പോൾ ഈ മെയിൻ്റനൻസ് ചെയ്യുന്നെങ്കിലും കര അടച്ച പേപ്പർ അവിടെ കാണിച്ചാൽ മാത്രമേ അവർ മെയിൻ്റനൻസ് ചെയ്യൂ. മെയിൻ്റനൻസ് മേടിച്ച് കൊടുക്കാനും പറ്റുന്നില്ല. മെയിൻ്റനൻസ് ചെയ്തിട്ടും കാര്യമില്ല. ഇതെല്ലാം പൊളിച്ച് തന്നെ വെക്കണം. ഓരോ വീടിനും കോൺക്രീറ്റ് താഴെ ഒരു വീട്ടിലെ ചേച്ചിയുടെ തലയിൽ കൂടെ കോൺക്രീറ്റ് ഇളകി വീണ് 5 തയ്യലുണ്ടായിരുന്നു. പിന്നെ വികലാംഗക്കാർ തന്നെ ഒരു 3-4 പേര് താമസിക്കുന്നു. അവർക്ക് ഇത് മാത്രമേ ഉള്ളതുകൊണ്ട് അവർ ഇതിൽ തന്നെ അങ്ങ് കിടക്കുകയാണ്. പക്ഷെ ഇടിഞ്ഞ് ഇതുവരെ ആരും പുറത്തൂടെ വീണിട്ടില്ല. ഈ വീട്ടിൻ്റെ അവസ്ഥ കയറി കണ്ടല്ലേ. ആ വീട് പൊളിഞ്ഞ് എൻ്റെ തലയിൽ കൂടെ വീണ് മുറിവൊക്കെ ഉണ്ടായിരുന്നു. ആശുപത്രിയിലൊക്കെ ആയി. എത്രയും ഇവിടെ പാർട്ടിക്കാരൊക്കെ ഭരിച്ച എല്ലാവരുടെയും പറഞ്ഞു നമ്മൾ ഈ വീട്ടിൻ്റെ അവസ്ഥ. നമുക്ക് അവരെങ്ങനെയെങ്കിലും ഒരു സാക്ഷനാക്കി തന്നാൽ മതി. എൻ്റെ ഭർത്താവ് വെച്ചോളും. ഇവിടെ വരുന്ന പിന്നെ BJP-ക്കാർ ഇപ്പോഴല്ലേ വന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് കോൺഗ്രസ്സുകാരിൽ നിന്ന് ആരെയും കൊണ്ട് ഇതുവരെ ഒരു ഇതും ഉണ്ടായിട്ടില്ല. ഇതെങ്ങനെയെങ്കിലും വലിച്ചു പൊളിക്കാനുള്ള ഒരു ഓർഡർ നിങ്ങൾ ചെയ്ത് തന്നാൽ മതി. നമ്മൾ എങ്ങനെയെങ്കിലും വെച്ച് ഇത് കിടന്നോളാം. ഒരു തള്ള ഇവിടെ സുഖമില്ലാതെ 1 വർഷം കൊണ്ട് അത് ഇവിടെ കിടക്കുകയാണ്. അതിനെത്തി എവിടെയെങ്കിലും വെച്ച് കിടത്തി ഈ വീട് വൃത്തിയാക്കി കിടത്തിയണമെന്നൊരാഗ്രഹമുണ്ട്. അത് നടക്കൂല എന്നാണ് ഒരു തോന്നൽ. പല പാർട്ടിക്കാരുടെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരും ഇതുവരെ അതിനൊരു ഇത് കൊടുത്തിട്ടില്ല. എങ്ങനെയെങ്കിലും ഒരു ഇതാക്കി നിങ്ങൾ തന്ന അത്രയും പുണ്യം. ഈ വീട്ടിൽ എത്ര അംഗങ്ങളുള്ള? നമ്മൾ 8 പേരുണ്ട്. എൻ്റെ സഹോദരനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്, എൻ്റെ 3 മക്കളുണ്ട്, മരുമോളുണ്ട്, 2 മരുമൊക്കെ ഒരു കൊച്ചുണ്ട്. നമ്മൾ അത്രയും പേര് കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ അങ്ങ് കിളിമാനൂരാണ് എൻ്റെ മരുമോളെ വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇത് റെഡിയാക്കി തന്നാൽ മതിയായിരുന്നു, സാക്ഷനാക്കി തന്നാൽ മതിയായിരുന്നു. ഈ വീടിന് ഇപ്പോൾ നിലവിൽ നിങ്ങൾ ഈ ഭൂമിക്ക് പട്ടയമുണ്ടോ? അതെങ്ങനെയാണ്? പട്ടയമില്ല, ഇതുവരെ പട്ടയമില്ല. ഒരു കയ്യവകാശ രേഖയെന്നും പറഞ്ഞൊരു പേപ്പറേ തന്നിട്ടുള്ളൂ. പട്ടയമൊന്നുമില്ല. അപ്പം മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. മെയിൻ്റനൻസിന് കിട്ടണമെങ്കിൽ മെയിൻ്റനൻസിന് കിട്ടിയിട്ടുണ്ട്. മെയിൻ്റനൻസിന് കിട്ടിയപ്പോഴാണ് ഇതൊക്കെ പൂശിയത്. 50,000 രൂപ തന്നിട്ടുണ്ട്. അതാണ് പൂശിയത്. ആദ്യം ഈ കട്ട വെച്ച് ഇതേപോലെ കെട്ടിയതേ ഉള്ളായിരുന്നു. മെയിൻ്റനൻസിന് തന്നാണ് അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ കിട്ടിയതാണ് നമ്മൾ ഈ മെയിൻ്റനൻസ് ചെയ്തത്. ഇപ്പം ഈ വീട്ടിൻ്റെ അവസ്ഥ കയറി കണ്ടല്ല. ഇതാണ് ഏത് നിമിഷവും തലയിൽ കൂടെ വീണ് പൊളിഞ്ഞ് എല്ലാം എണ്ണം ചാവും. ആ രീതിയിലാണ് നമുക്ക് വാടാക്കി പോകാനുള്ള ഗത്യന്തരമൊന്നുമില്ല. നമ്മൾ അന്നന്ന് പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. മഴ പെയ്താൽ ചോർച്ച മൊത്തം ചോർച്ച ഇപ്പം കയറി കണ്ടല്ലേ.
ഞാൻ ഇതിന് കള്ളം പറയുന്നത് നിങ്ങൾക്ക് കയറി കാണാം. ആ വീട്ടിനകം കിടക്കുന്ന മുറ്റം പോലെയാണ് ആ വീട്ടിനകം കിടക്കുന്നത്. ഞാൻ ഇന്നലെ ഇന്നും കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. കാര്യം അത്ര ഒരു നിൽക്കാൻ നിലയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ വന്നതിൽ ഏറ്റവും വലിയ സന്തോഷം. ഇത് വന്ന് കണ്ടതിലും സന്തോഷം. എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കി തന്നാൽ അത്രയും പുണ്യം. ഈ അമ്മച്ചിനെ ഒരു ദിവസമെങ്കിലും ഒരു സ്ഥലത്തെത്തി കിടത്തി അവരായുസറുന്നതിന് മുമ്പ് എവിടെയെങ്കിലും എത്തി കിടത്തണം ഒരു ആഗ്രഹമുണ്ട്. അത് നടക്കൂലെന്നാണ് തോന്നുന്നത്. അത്രയും ബുദ്ധിമുട്ടിയും വിഷമിച്ചാണ് നമ്മൾ 6-7 പേര് ഇവിടെ കിടക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയതാണ്. നമ്മളെ കൊണ്ടുവരുന്നവർക്കില്ല 3-4 ലക്ഷം രൂപ അവർ തന്നതാണ്. അതിൽ നമ്മളെ കൊണ്ട് പറ്റൂല. അങ്ങനെ അതിൽ ചെയ്തതാണ് ഈ വീട് സാറേ. അങ്ങനെ ഇട്ടേക്കാണ് നമ്മളെ കൊണ്ടിറങ്ങി. അന്നിറങ്ങിയില്ലെങ്കിൽ നമ്മൾ പട്ടിണിക്കാരാണ്. ഇന്നതാ ഈ കൊച്ചുങ്ങളെല്ലാം കിടക്കുന്നു. ഇന്നതാ ഇതുവരെ നേരം വെളുത്ത് പോയിട്ട് ജോലിയില്ലാതെ ഇറങ്ങി വന്ന് പട്ടിണി കിടക്കുകയാണ് നമ്മളിവിടെ. അത്ര നമ്മൾ കഷ്ടപ്പെട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. എന്നാൽ നമുക്ക് ആരും ഒരു സഹായമില്ല. 3 കൊച്ചുങ്ങളെ ഇട്ടും കൊണ്ട് നമ്മളിവിടെ കിടക്കുന്നതാണ് സാറേ. അല്ലാതെ നമുക്ക് ഇറങ്ങിപ്പോയി 10 പൈസ തരാനോ നമ്മളെ കൊണ്ട് ഒരു നിവർത്തിയില്ലാതെ ജീവിക്കുന്നു. ഇത്രയും കിടക്കുന്ന പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ ഒരു സിമെൻറ്റ് മേടിക്കാനോ യാതൊന്നും നമ്മളെ കൊണ്ട് ഒരു നിവർത്തിയില്ല. അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും നമുക്കിത് പൂർത്തിയാക്കി തന്നാൽ നമുക്ക് സന്തോഷമാണ്. നമ്മൾ കയറി കിടക്കും. എൻ്റെ കൊച്ചുങ്ങളെ ഇട്ടും കൊണ്ട് ഇതൊക്കെയാണ് പൊടിക്കുഞ്ഞുങ്ങളാണ്. അതിനെയൊക്കെ ഇട്ടും കൊണ്ട് നമ്മൾ കയറി കിടക്കുന്നൊരു കഥവില്ല. 2 കഥവുണ്ട്. താഴെ നോക്കണം. അവിടെയൊന്നും മറവൊന്നും ഇല്ലാത്തതാണ്. ഈ 2-3 കൊച്ചുങ്ങളെ ഇട്ടും കൊണ്ടാണ് ഇതിനകത്ത് കിടക്കുന്നത്. അങ്ങനെ ജീവിക്കുകയാണ് നമ്മൾ. അല്ലാതെ നമുക്ക് ആരുമില്ല സഹായിക്കും. എന്തെങ്കിലും നമുക്ക് സഹായിച്ചാൽ നിങ്ങൾക്ക് മോശം കിട്ടും. ഇതൊന്ന് ചെയ്തു തന്നാൽ അങ്ങനെ ജീവിക്കുകയാണ് നമ്മൾ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ സാറേ. എന്നെ കൊണ്ടുവരുന്നവർക്കില്ല. എനിക്ക് ആരുമില്ല സഹായിക്കും. 4 കൊച്ചുങ്ങളുണ്ട്. ഒരു തള്ളത നേരെ മറ്റൻ്റെ മോളിറങ്ങിപ്പോയി പിന്നെ ഉണ്ടെങ്കിൽ ഉണ്ടില്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നു നമ്മളിവിടെ. മഴ കോട വയ്ക്കുമ്പോഴേ എനിക്ക് വെപ്രാണമാണ് സാറേ. ഞാൻ കാര്യം പറയാം. ആ പാത്രങ്ങളെല്ലാം നിരന്നിരിക്കുകയാണ്. ഇന്ന് കാലത്ത് ഒരു മൂച്ച് വെള്ളം എടുത്തുകൊണ്ട് കളഞ്ഞ് ഇനി രണ്ടാമത്തെ എടുക്കാൻ ഞാൻ ഒരുങ്ങി നിൽക്കുകയാണ്. എങ്ങനെയാണെന്ന് ഏത് തരത്തിലാണെന്ന് ഇടിഞ്ഞു വീഴുന്നതെന്നുള്ള എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഒറ്റയ്ക്കാണ്. ആരും ഒരു സഹായമില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഒരു കൂര നിങ്ങൾ വലിച്ചു തന്നാൽ ഏറ്റവും എനിക്ക് പിണ്യമാണ്. രാത്രിയൊക്കെ മഴ പെയ്യുമ്പോഴത്തേക്ക് രാത്രി മഴ പെയ്യുമ്പോൾ ഇല്ല അറ്റത്താണ് ഞാൻ കിടക്കുന്നത്. ആ അറ്റം മാത്രം ഒത്തിരി നനയാതെയുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തല്ലേ ഞാൻ പാത്രങ്ങൾ വെച്ച് ആണ് കിടക്കുന്നത്. അല്ലാതെ എനിക്ക് ഞാൻ വേറെ എങ്ങോട്ടും എനിക്ക് പോക്കടിയില്ല. എത്ര വർഷമായിട്ടാണ് ഇവിടെ നമ്മുടെ വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 10-20 വർഷമാകും. മേടിച്ചിട്ട് അതിൽ കൂടുതലാകും. ഞാൻ മേടിച്ചതാണ്. വീട് വയ്ക്കണമെന്ന് മുനിസിപ്പാലിറ്റിയിലൊക്കെ ആവശ്യപ്പെട്ടു. ഞാൻ എല്ലാവരുടെ ആവശ്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെ പ്രമാണം വേണം. പ്രമാണം മേടിച്ച് അത് തിരുത്തിയതിന് ശേഷമേ വീട് വയ്ക്കാൻ ഒക്കുള്ളെന്ന് പറഞ്ഞു. ഈ പ്രമാണം കിട്ടിയല്ലേ ഒക്കുള്ളൂ. പ്രമാണം ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യാനൊക്കെ ഞാൻ എല്ലാവരുടെ അടുത്തും ചെന്ന് പറഞ്ഞു. ആരും ഇതാണ് വാക്കുകൾ. അല്ലാതെ ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനൊക്കെ എന്നെ കൊണ്ട് ഒരു തരത്തിലും എന്നെ കൊണ്ട് കഴിയുന്നില്ല. വാങ്ങിച്ചത് എൻ്റെ ആണപ്പുറത്ത് എൻ്റെ മേടിക്കാണ്. ആ ആളെ മരിച്ച് ഇപ്പോൾ 8-9 വർഷമായി. പ്രമാണം കിട്ടിയാലേ അത് തിരുത്താനും ഒക്കെ ഉള്ളൂ. ആ മനുഷ്യൻ്റെ മേടിക്കാണ് ഞാൻ മേടിച്ചത്. എൻ്റെ വകയെങ്കിലും ആ മനുഷ്യൻ്റെ മേടിക്കാണ് ഞാൻ മേടിച്ചത്. കഴിയുന്നു എന്നതേ ഉള്ളൂ. രാത്രി പകലാണെങ്കിൽ ഒരു കാറ്റടിച്ചാൽ എന്തെങ്കിലും ഒടിഞ്ഞു വീഞ്ഞ് എനിക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാം. രാത്രി ഞാൻ എങ്ങോട്ട് പോവും? അവിടെ കശത്ത് കഥവില്ല. അത് ഇടിഞ്ഞു വീണു. ടാർപ്പയൊക്കെ വെച്ചാണ് കെട്ടിക്കൊണ്ട് കിടക്കുന്നത്. അതിലും ഒന്നുമില്ല. പക്ഷേ ഈ മഴ പെയ്യുമ്പോഴും ഈ കാറ്റടിക്കുമ്പോഴും എനിക്ക് ഉള്ളിലാണ് എനിക്കൊരു വെപ്രാണമാണ്. ഇനി എങ്ങനെയായി വരുന്നോ ഏതിനായി വരുന്നോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ എങ്ങോട്ട് പോകും രാത്രിയായ? നിങ്ങളൊരാളുകളാണെങ്കിൽ ഓടിയിറങ്ങി പോയി എനിക്ക് അങ്ങനെ എനിക്ക് ഓടിയിറങ്ങാൻ ഒത്തവിടെ എനിക്ക് ഇരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അല്ല ഞാൻ ആരുടെ എന്ന് ചോദിക്കും. ഇത് ഞാൻ ഒരു നിയമമുണ്ട് ചെന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ഞാൻ പോയതാണ്. അപ്പോൾ അവരിതാണ് അവരെ വാക്ക്. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ നോക്കും? എനിക്ക് പഠിത്തമില്ല. എനിക്ക് വായിച്ചതിൻ്റെ ഇതറിയായി. പിന്നെ നിങ്ങളെപ്പോലുള്ള സാറന്മാരും എന്ന് പറയുന്നതാണ് ഞാൻ കേൾക്കുന്നത്. അല്ലാതെ എനിക്ക് ഒരു എങ്ങോട്ടും എനിക്ക് പോകാനൊരു പോക്കടിയില്ലാതെ ഞാൻ കിടക്കുകയാണ്.
ഇനി ഇതാ വെള്ളം കുത്തിവിടാനായിട്ടാണ് ഞാൻ ഒരുങ്ങുന്നത്. താമസമായിട്ട് 10-18 വർഷമായി. അതിനുശേഷം വെച്ച് മെയിൻ്റനൻസിന് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഇപ്പം ഇത്രയും വർഷമായി ഭയങ്കര ചോർച്ചയായിട്ട് ഉള്ളതാണ്. ഇപ്പോൾ 2 മക്കളുണ്ട്, അവരെ കെട്ടിച്ച് വിട്ട് പിന്നെ ഞാനും ഭർത്താവുമാണ് താമസിക്കുന്നത്. അത് മഴ പെയ്ത് നല്ല ചോർച്ചയാണ്. ഒരു ഇത്തിരി പൂലുള്ള സ്ഥലത്താണ് ഞങ്ങൾ കിടക്കുന്നത്. അല്ലാതെ എല്ലാ വീടുകളിലും ഉള്ള അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. പൈസ മെയിൻ്റനൻസിന് കിട്ടിയൊരു പൂശിയൊക്കെ ആക്കി ശരിയാക്കി ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേരും മെയിൻ്റനൻസിന് കൊടുത്ത് ശരിയാക്കി ഇട്ടതാണ്. പിന്നെ ഒറ്റക്കട്ട വെച്ച വീടുണ്ട്, താവൂക്കേട്ടുകളുണ്ട്. ഈ വീടുകൾ മൊത്തം കിടക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള വീടുകളാണ്. ഈ പട്ടയത്തിൻ്റെ കാര്യമൊക്കെ മുമ്പ് പട്ടയത്തിൻ്റെ കാര്യം കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പേർക്കൊന്നും ഇനിയും കിട്ടാനുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മളെ മെമ്പർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ മഴയത്ത് രാത്രി മഴ പെയ്തു. ഞാനും എൻ്റെ ഭർത്താവ് മാത്രമേ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ മക്കളൊക്കെ കല്യാണം കഴിച്ചാൽ അവരൊക്കെ പലരെ വീട്ടിൽ പോയി. ഞാനെൻ്റെ ഭർത്താവ് മഴ വെള്ളം വീഴുന്നു. ഇപ്പം ഞാൻ നമ്മൾ വീട്ടിൽ പായിൽ കിടക്കുള്ള കാര്യം ഞാൻ പറയുകയാണ്. നമ്മളൊരു പായ കിടക്കുന്നു, മഴ വെള്ളം വീണു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ അങ്ങോട്ട് നീങ്ങിക്കിട, ഞാനേതാ കിടക്കാം, ഞാൻ ഇങ്ങോട്ട് നീങ്ങി കിടക്കാം. അങ്ങനെയാണ് നമ്മളവിടെ കിടക്കുന്നത്. വെച്ചാൽ മഴവെള്ളം ചെവര് വഴിയാണ് ചോർന്നൊഴിച്ച് നീങ്ങി വരുന്നത്. പാത്രം പറക്കിയിട്ട് നിൽക്കില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ്. അപ്പോൾ പ്രമാണം ഇല്ല. അതുകൊണ്ട് നമ്മളിനി എവിടെ പോകും പ്രമാണത്തിന്? മുനിസിപ്പാലിറ്റി ചിലപ്പോൾ പറയും നിങ്ങൾക്ക് ഇവിടെ പ്രമാണം ഇല്ല. നമ്മളിവിടെ പോകുമ്പോൾ മുനിസിപ്പാലിറ്റി തന്ന വീടാണ്. ആ വീട്ടിൽ നിന്ന് നമ്മളെവിടെ പോകും? അവർ ACP കൊണ്ടുവന്ന് അവിടെ നിന്ന് കൊണ്ടുപോയാൽ നമ്മളങ്ങ് മാർക്ക് കൊടുക്കാനേ ഉള്ളൂ. നമ്മളെന്തൊരു ചെയ്യും? ആരുടെ പോയി നമ്മൾ ചോദിക്കും പ്രമാണം? നിങ്ങൾ ഇത്രയും കാലം കൗൺസിലർമാരോട് ചോദിച്ചപ്പോൾ എന്താണ് നിങ്ങൾ പറഞ്ഞത്? അവർ പറഞ്ഞാൽ ശരിയാക്കി തരാം, സമാനപ്പെടും, ശരിയാക്കി തരാം എന്ന് പറയുന്നല്ലാതെ അവർ ശരിയാക്കുന്നില്ല. ഇപ്പോഴും നമ്മളിറങ്ങി ഇറങ്ങില്ല. എന്നാൽ നമ്മളങ്ങ് ഞാൻ ഒന്നിനും പോകേണ്ട ശബ്ദം ചെയ്തങ്ങ് നിൽക്കുകയാണ്. ഇടിഞ്ഞ് വീഴണമെങ്കിൽ വീഴട്ടു. അവർ ചാവുമ്പോഴെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകുമല്ലേ, ആ കണക്കിന് നിൽക്കുകയാണ്. ഇവിടെ വിദ്യയിൽ വന്ന് താമസിക്കുകയാണ്. അനിയത്തിയുടെ താമസമായിട്ട് 10-22 വർഷമായി. അന്ന് മുതൽ അവൾ വാടകയ്ക്കാണ് പല വീടുകളിലും താമസിച്ച് ഇപ്പം സ്ഥിരമായിട്ടൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു. പല അപേക്ഷകളും മുനിസിപ്പാലിറ്റിയിൽ കൊടുത്തുവെങ്കിലും വിധിയിൽ നിന്ന് പേപ്പർ വാങ്ങിക്കൊണ്ട് ഞങ്ങൾക്ക് സ്ഥലമില്ല എന്നുള്ള തെളിവ് സഹിതം കൊടുത്തിട്ടും ഈ പാർട്ടിക്കാരിങ്ങനെ മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, ഇനി ഒരു ഭരണം വരട്ടെ ഇങ്ങനെ പറഞ്ഞാൽ ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഇവിടെ താമസിക്കുന്നവരുടെ അവസ്ഥ എന്താവും? ഞങ്ങളുടെ വോട്ട് മാത്രം മതിയോ ഇവർക്ക്? ഞങ്ങളെപ്പോലുള്ളവർ വോട്ട് ചെയ്താണ് ഇവർ മുന്നേറ്റം നയിക്കുന്നതും കസേരകളിൽ ഇരിക്കുന്നതും. ഞാൻ 8 വർഷമായിട്ട് ഈ പിറകിൽ കാണുന്ന ഈ വീട്ടിലാണ് താമസം. ഇത് നല്ലൊരു മഴ വന്നാൽ തന്നെ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ വീട്ടിനകത്ത്. രാത്രി വലിയൊരു കാറ്റടിച്ച് അപ്പം ഞെട്ടി ഉണരും. എനിക്കൊരു കുഞ്ഞുണ്ട്, അതിന് 7 വയസ്സായൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ കൊണ്ട് എന്ത് വിശ്വസിച്ചാണ് ഈ വീട്ടിനകത്ത് കിടക്കുന്നത്? ദൈവം തമ്പുരാനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ആ വീട്ടിൽ കിടക്കുന്നത്. ഇതിന് വലിയൊരു അപകടം വന്നാൽ എല്ലാവരും കണ്ണുറന്ന് ഈ ഓരോ വീടുകളും പണിയോ എന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം നല്ലൊരു ഭൂചലനം ഉണ്ടായ 10 വീട് കുറയാതെ കഴിഞ്ഞ് ഇവിടെ പല വീടും ഇടിഞ്ഞു പോകും. അന്ന് ആ റോഡ് കയറി വരുന്ന ടാറിട്ട റോഡ് തന്നെ പണിതപ്പോഴത്തേക്ക് ഒരു റോളർ കയറി എന്ന് പറഞ്ഞ് ഇവിടെ പല വീടിൻ്റെ ഷെയ്ഡ് ഇടിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ വീടിൻ്റെ തന്നെ ഈ ഷെയ്ഡ് തന്നെ ഇടിഞ്ഞ് അവിടുത്തെ പാത്രങ്ങൾ വരെ പൊട്ടിയ അവസ്ഥകളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലോണം ഒരു മനസ്സമാധാനത്തോടെ കിടക്കാനുള്ള ഒരു അവസ്ഥയിൽ ഓരോ വീടും പണിത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് കുട്ടികളൊക്കെ ഇല്ലേ നമ്മൾ ഈ കോളനി? ഓരോ വീടുകളിലും ഒരു കുഞ്ഞിൽ കുറയാതെ എന്നാലും 2-3 വയസ്സിൽ കൈക്കുഞ്ഞുങ്ങൾ വരെ ആയി താമസിക്കുന്നവരുണ്ട്. എല്ലാ വീടുകളിലും വൃദ്ധരായാലും കൈക്കുഞ്ഞുങ്ങളായാലും എന്തിനേറെയും പ്രായപൂർത്തിയായ 18 വയസ്സിന് താഴെയുള്ള 18 വയസ്സായ പെൺകുട്ടികളെ കൊണ്ടുകൊണ്ട് ഓരോ വീട്ടിലും എങ്ങനെയാണ് ഓരോ അമ്മമാർ കിടക്കുന്നതെന്ന് പലരും എന്താ പറയുക പേടിച്ചാണ് ഓരോ വീട്ടിലും കിടക്കുന്നത്. കാരണം ഈ വീട്ടിൽ ഇവിടെയൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. എപ്പോൾ വേണോ അങ്ങനെ സംഭവിക്കാമെന്നില്ലല്ലോ, ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. അതുകൊണ്ട് 18 വയസ്സ് അടച്ചുറപ്പില്ല. ഒരു നല്ലൊരു തല്ല് തള്ളിയാൽ അതിന് കട്ടളപ്പടിയോടെ ചെന്നകത്ത് വീഴും. അങ്ങനെയുള്ള അവസ്ഥയാണ്. എൻ്റെ വീട്ടിൽ തന്നെ ആഞ്ഞു വെച്ചൊന്നൊരു കതവ് കുറ്റി തുറന്നിട്ട് ഒന്ന് ആഞ്ഞു വെച്ച് തള്ളിയാൽ അതിൻ്റെ പല സൈഡിൽ നിന്ന് ഇടിഞ്ഞു വീഴും. കുഞ്ഞിനെ തന്നെ നല്ലൊരു ഇടിയും മിന്നലും വന്നാൽ കുഞ്ഞിനെ നമ്മൾ സൂക്ഷിച്ച് നിർത്തണം. അല്ലെങ്കിൽ ഏത് സമയം ആ ഷെയ്ഡിൽ നിന്ന് കമ്പി ഉൾപ്പെടെ ഇളകി വീണെന്ന് പറയാൻ പറ്റത്തില്ല. നല്ലോണം അരി തിളപ്പിച്ച് അതിൻ്റെ ആവി അടിച്ചാൽ തന്നെ പല മെയിൻറ്റെയിൻസ് ചെയ്ത വീടുകളാണ്. കണ്ട എന്ത് ഭംഗിയാ. അടുക്കള ഭാഗത്ത് നിന്ന് നോക്കണം, അവിടെ നിന്ന് ഓരോന്ന് ഇളവിയ കഞ്ഞിക്കലത്തിനകത്താണ് വീഴുന്നത്. എനിക്ക് തന്നെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അരി അടുപ്പത്ത് വെച്ചാൽ അതിനകത്ത് വന്ന് കോൺക്രീറ്റ് കഷ്ണം വന്ന് വീണ അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഓരോ വീട്ടിലും ഈ വീട്ടിൽ തന്നെ മുമ്പ് താമസിച്ചിരുന്ന ഒരു മാമനാണ്, കാല് വേഗത്തൊരു മാമനാണ്.
ആ മാമൻ്റെ കാലിൽ തന്നെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ മുകളിൽ മഴ സമയത്ത് മുകളിൽ വെള്ളം കെട്ടി ആ കോൺക്രീറ്റ് കഷ്ണം വന്ന് വീണ് കാലും മുറിഞ്ഞായിരിക്കാൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ മാമൻ കാണിച്ചു തന്നിട്ടവരുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓരോ വീടിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ഓരോ വീടും കഴിയുന്നതും ഇടിച്ചു പൊളിച്ച് നല്ലൊരു വീട് ഏവർക്കും സമാധാനത്തോടെ കിടന്നുറങ്ങാനുള്ള അവസ്ഥയിലെങ്കിലും ആക്കി കൊടുക്കുന്നതാണ് എൻ്റെ അപേക്ഷ. ഈ കണ്ടതും കേട്ടതുമൊക്കെയാണ് MG കോളനിയിലെ അവസ്ഥ. ഇനി ഈ കാഴ്ചകൾ കൺതുറന്ന് കാണേണ്ടത് അധികൃതരാണ്. ഞാനിവിടെ ചോദിക്കാൻ പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം.